പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 28 മിനിറ്റ് ആയിരിക്കുകയാണ്. എറണാകുളം കോതമംഗലത്ത് വീട്ടിലെ കിണറ്റിൽ ആ കാട്ടാന ഇപ്പോഴും കിടക്കുകയാണ്. ആനയെ പുറത്തെടുക്കുന്നതിനായിട്ടുള്ള JCB ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആന കിണറ്റിൽ കിടക്കുകയല്ല, നിൽക്കുകയാണ് ഇപ്പോഴും. അർജുൻ മട്ടന്നൂറും ഷാബാസുമാണ് നമുക്കൊപ്പം ഉള്ളത്. അർജുൻ മട്ടന്നൂർ, ആനയെ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. കിണറിടിച്ചു തുടങ്ങിയോ? സുജ, അല്പസമയത്തിനകം തന്നെ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതായത് ഇപ്പോൾ JCB ഉപയോഗിച്ച് ആനക്ക് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ JCB ഉണ്ട്. സാർ, എന്താണ് നമ്മൾ ഇപ്പോൾ ആളുകളെ മാറ്റുകയാണ്, പൂർണ്ണമായും ഇവിടെ നിന്ന് ആളുകളെ മാറ്റുകയാണ്. JCB ഉപയോഗിച്ച് ഈ കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെയാണ് വനമേഖലയുള്ളത്. ആ വനമേഖലയിലേക്ക് തന്നെ ആനയെ തുരത്തി ഓടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഇത് ജനവാസ മേഖലയാണ്. മറ്റ് നിരവധി കിണറുകൾ ഇവിടെയുണ്ട്, മറ്റ് നിരവധി വീടുകളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആന ദിശ മാറി ഓടുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ മറ്റ് കിണറിൽ വീണ് വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസും വനംവകുപ്പും ചേർന്ന ആളുകളെയൊക്കെ തന്നെ പരമാവധി ഇവിടെ നിന്ന് മാറ്റി JCB ഉപയോഗിച്ച് ഇതിൻ്റെ ഭിത്തി ഇടിക്കാനുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ JCB ഈ കിണറിനടുത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ JCB ഇപ്പോൾ കിണറിടിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ആളുകളെ പരമാവധി ഇവിടെ നിന്ന് മാറ്റുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 5 മീറ്റർ ആഴമുള്ള ഒരു കിണറാണ്. ആ കിണറിലാണ് ഇപ്പോൾ ആനയുള്ളത്. ആന ശാന്തമായി തന്നെ കിണറിൽ നിലയുറപ്പിക്കുകയാണ്. ഏതാണ്ട് ഏറെ നേരം പരിശ്രമിച്ചാൽ മാത്രമേ ഈ കിണറിടിച്ച് ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലൊരു വഴി ഒരുക്കേണ്ടതുണ്ട്. ഒരു സ്ലോപ്പ് പോലെ കിണറിൽ നിന്ന് പുറത്തേക്ക് ഒരു വഴിയൊരുക്കി ആനയെ അതുവഴി കയറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനംവകുപ്പിൻ്റെ മയക്കുവെടി വെക്കുന്ന വിദഗ്ധരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റ് വനംവകുപ്പിൻ്റെ മറ്റ് സ്ക്വാഡ് അംഗങ്ങളും ഒക്കെ തന്നെയുണ്ട്. ആനയെ തുരത്താൻ പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാവരും കൂടി ഇപ്പോൾ ആ ശ്രമത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 10 മണിക്കൂറോളമായി ഈ ആന ഈ കിണറിൽ കുടുങ്ങിയിട്ട് നിരവധി വീടുകൾ തൊട്ടടുത്ത മേഖലയിലൊക്കെ തന്നെയുണ്ട്. തൊട്ടടുത്ത് ഈ കിണറിനോട് ചേർന്ന് തന്നെ 3 വീടുകളെങ്കിലും കുറഞ്ഞത് ഉണ്ട്. ആ വീടുകളുടെ പരിസരത്തൊക്കെ തന്നെ കിണറുമുണ്ട്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കിണറുണ്ട്. ഇതൊക്കെ തന്നെ വനംവകുപ്പും പോലീസും പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ഭാഗത്തേക്ക് ആന പോകരുത്, പകരം നേരെ വനമേഖലയിലേക്ക് തന്നെ ആനയെ തുരത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും വലിയ പ്രതിഷേധവുമായി ഇവിടെയുണ്ട്. അത്തരത്തിൽ എന്തായാലും ഈ വീട്ടുകാരുമായി വനംവകുപ്പ് ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ വനംവകുപ്പും പോലീസും കടക്കുന്നത്. എന്തായാലും MLA, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ JCB ഈ ഭാഗത്തേക്ക്, വളരെ ചെറിയ ഇടുങ്ങിയ ഒരു വഴിയാണ്, ആ വഴിയുടെ സമീപത്താണ് ഈ കിണറുള്ളത്. അവിടെ ആൾമറയില്ലാത്തൊരു കിണറാണ്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ JCB എത്തി എളുപ്പത്തിൽ അതിൻ്റെ കിണറിൻ്റെ ഭിത്തി ഇടിക്കണമെങ്കിൽ അതിന് സമയമെടുക്കും. സ്വാഭാവികമായും അത്തരത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ JCB ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഈ കിണറിടിച്ച് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ആന പുറത്തേക്ക് എത്തിയാൽ തന്നെ ആന ഏത് ഭാഗത്തേക്ക് ആന ഓടും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി തന്നെ ആനയെ ഈ വനമേഖലയിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇപ്പോൾ ഈ കിണറിൻ്റെ ഭിത്തി ഇടിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ശല്യമുള്ള മേഖല, സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു മേഖല, സ്വാഭാവികമായും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് 1.5 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 16 മണിക്കൂറോളം പരിശ്രമിച്ചാണ് അന്ന് കിണറിൽ വീണ ആനയെ പുറത്തേക്ക് എത്തിച്ചത്. ഏതാണ്ട് ഒരു 400 മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിൻ്റെ സമീപത്തുള്ള കിണറിലാണ് സമാനമായ സാഹചര്യം ഉണ്ടായത്. നിരവധി ആളുടെ കുടിവെള്ളം അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിൽ ഇത്തരത്തിൽ നിരവധി മരങ്ങളുണ്ട്. ആനക്ക് പെട്ടെന്ന് അതാണ് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുനിലേക്ക് തിരികെ എത്താം. ഒപ്പം ഷാബാസുമുണ്ട് വിവരങ്ങളും ദൃശ്യങ്ങളുമായി.